നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചില വിജയ കഥകൾ നമുക്ക് പ്രചോദനമാകാറുണ്ട്. അതായത് നമ്മൾ ചിലരുടെ വളർച്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ട് പല മേഖലകളും കീഴടക്കുന്നതെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള രണ്ട് പേരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ സുപരിചിതമാണ്. റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണിത്. എൻ്റെ വീഡിയോയിൽ പലതവണ റോഷോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൈപുല്യത്തിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്റർ ആദ്യമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഇതിപ്പോൾ വലിയ ഒരു ഫെസിലിറ്റിയിലേക്ക് റോഷോ മാറിയിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വളരെ ചെറിയ തോതിൽ ആരംഭിക്കുകയും കഠിനാധ്വാനവും അതുപോലെ തന്നെ ഗുണനിലവാരവും കൊണ്ട് വലിയ സ്ഥാപനമായി വളരുകയും ചെയ്ത റോഷോയുടെ കഥയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇപ്പോൾ റോഷോയുടെ ഏറ്റവും പുതിയ ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ പിൻഭാഗത്ത് കൂടി ഒരല്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം. മറ്റൊരു പ്രത്യേകത, എൻ്റെ അറിവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണിത്. കാരണം 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും, ഇത് ജിതിൻ, അജ്മൽ, രണ്ടുപേരും വളരെ ചെറിയ തോതിൽ, അത് ഞാൻ പറഞ്ഞു, ഒരു കാർ വാഷ് ഫെസിലിറ്റി ആയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. എന്ന് തന്നെയല്ല, അന്ന് ഫെസിലിറ്റി പോലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല, അല്ലേ? മൊബൈലായിരുന്നു. അതായത് സ്റ്റീം കാർ വാഷ്. നമ്മളിങ്ങനെ വീടുകളിൽ പോയും അപ്പാർട്ട്മെൻറ്റിൽ പോയും വാഹനം വാഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനമായിട്ട് തുടങ്ങുകയും ഇപ്പോൾ ഇത്രയും ഒരു വലിയ നിലയിലെത്തുകയും, വലിയ നില ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ നിലയല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിലയാണ്. ഇവരും ഒപ്പം വളരുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ വളർന്ന് ഇവരിപ്പോൾ ധാരാളം ഡീറ്റെയിലിംഗ് പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനുണ്ട്. കൂടാതെ ഈ ഒരു വലിയ സ്ഥാപനമുണ്ട്. എങ്കിലും തുടങ്ങി വെച്ചൊരു സ്ഥലമുണ്ട്. നമ്മളവിടെ ഡീറ്റെയിലിംഗ് അവിടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം ഇനിയിപ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് പ്രോഡക്ട്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിന്ന് വാങ്ങിക്കാവുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാനാണ് പരിപാടി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പുതിയ റോഷോയിൽ കാണാനുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും അഭിനന്ദിക്കുന്നു. വലിയ പ്രായമൊന്നുമില്ല, കൊച്ചു പിള്ളേരെ കേട്ടോ, ഈയിടെ കല്യാണമൊക്കെ കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത്രയും വലിയൊരു നിലയിലെത്തി തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, എന്നെ പലരും വിളിച്ചിട്ട് എവിടെയാണ് നമ്മുടെ വാഹനം ഒന്ന് ഡീറ്റെയിലിങ്ങിന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ ധൈര്യമായിട്ട് ഇവരുടെ പേരാണ് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അതിൻ്റെ അനുഭവസ്ഥരായിരിക്കും. കാരണം എന്നെ പരിചയപ്പെടുകയും എൻ്റെ ചോദിക്കുകയും ചെയ്തപ്പോൾ പലരും ഞാൻ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഒരു പുതിയ വാഹനം വന്നാൽ ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വിടുന്നത്. അപ്പം നീണ്ട മുഖവരയായിപ്പോയി എന്ന് എനിക്കറിയാം. എങ്കിലും ഇനി ബാക്കി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായി കാണുമല്ലോ, അല്ലേ? കാരണം വെച്ചാൽ ഈ ഇത്രയും വലിയ ഒരു ഫെസിലിറ്റീസൊക്കെ മാറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷ അത്രയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്രയും വലിയൊരു ഫെസിലിറ്റി അല്ലായിരുന്നു പ്ലാൻ ചെയ്ത് വന്നതും. പിന്നെ അങ്ങനെ ഒരു പ്ലോട്ട് നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. പിന്നെ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞങ്ങൾ 2 പ്രാവശ്യം ഷോറൂം ഓൾറെഡി ഇട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചോ കാര്യങ്ങളും വരുന്നില്ല. അത് കസ്റ്റമേഴ്സിനും അസൗകര്യം കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്, എല്ലാവർക്കും കസ്റ്റമേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ അത്യാവശ്യം ഒരു ഫെസിലിറ്റി ചെയ്തത്. നിങ്ങൾ സ്വയം വിലയിരുത്തുമ്പോൾ എന്താണ് നിങ്ങളുടെ വിജയരഹസ്യം? ഞങ്ങൾ ആക്ച്വലി, ഞാനായാലും അജ്മലായാലും അങ്ങനെ ഒരു ക്യാഷ് അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നന്നായി നടക്കണം. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നൊരു കാറ് പോലും ഇല്ല, അജ്മലിനും ഒരു ചെറിയൊരു കാറേ ഉള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ ഫണ്ട് ഇതിന്ന് നമ്മളിപ്പോൾ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്വരൂപിച്ച് വെക്കുകയും നാളത്തേക്ക് വേണ്ടി അതിനൊരു നമുക്ക് റോഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വരെ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു ഷോപ്പ് ഇടാൻ പറ്റിയത്. ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞ കൂണ് പോലെയാണ് ഡീറ്റെയിലിംഗ് സെൻ്ററുകൾ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ റോഷോ എന്ന് പറയുന്ന സ്ഥാപനം ഇതുവരെ എത്തിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ടാവും. അതെന്താണ് നിങ്ങൾ സ്വയം വിലയിരുത്തുന്നത്? ആക്ച്വലി നമ്മൾ കുറച്ച് ക്വാളിറ്റി തന്നെ പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നതെല്ലാം. ഇപ്പം ഞങ്ങൾ അത്യാവശ്യം നല്ല ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ് ഫുള്ള് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള റൂപ്പസ് കാര്യങ്ങൾ, പെയിന്റ് കറക്ഷൻ ഉപയോഗിക്കുന്ന റൂപ്പസ്, അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നാനോ ഡയമണ്ട് ടെക്നോളജി, PPF ആയാലും റിസോ എന്ന് പറഞ്ഞ ബ്രാൻഡ്, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ക്വാളിറ്റി ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സ് ആയാലും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ്. അപ്പോൾ നമ്മൾ PPF ഒക്കെ ചെയ്യുന്ന സ്റ്റാഫ്, നമ്മുടെ മെയിൻ ഹെഡ് പൊസിഷൻ ചെയ്യുന്നത് ഏകദേശം ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി ദുബായിലും കാര്യങ്ങളൊക്കെ ഏകദേശം അത്രയും നാൾ നിന്ന് അതിൻ്റെ ഒരു ഏറ്റവും PPF എന്താണ്, PPFന്റെ കാലം തൊട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് അറിയാവുന്ന ഒരാളാണ്. അപ്പം അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കസ്റ്റമർ ആയാലും റെഫറൽ നമുക്ക് ഒരുപാട് കിട്ടാറുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം 3M എന്ന് പറയുന്നത് വലിയൊരു ബാഡ്ജിങ് ഉണ്ട്. 3M പക്ഷേ എല്ലാവരും ചെയ്യുന്നതല്ല. ഇവിടെ എന്താണ് ഇത്ര സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത്? 3M ആക്ച്വലി നമ്മളിപ്പോൾ ഈ ഷോറൂമിലേക്ക് വന്നപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 3M സെലക്റ്റഡ് പാർട്ണർ എന്നൊരു ഇതാണ്. നമ്മളാണ് ആക്ച്വലി എറണാകുളത്ത് ഓതറൈസ്ഡ് ആയിട്ട് 3Mന്റെ PPF ആയാലും CR70 ഫിലിംസ്, ഇപ്പോൾ കൂൾ ഫിലിം, വിൻഡോ ഫിലിംസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ട് നമ്മളാണ്
ഉള്ളത്. വേറെ എവിടെയും PPF ഒന്നും നമുക്ക് പുറത്തൊന്നും മേടിക്കാൻ കിട്ടില്ല. ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് ഒറിജിനൽ ഫിലിംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് ആക്ച്വലി പുറത്ത് CR70 എന്ന് പറയുന്ന ഫിലിം ഒരുപാട് ഫേമസ് ഫിലിമാണ്. അതിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ലെയർ ഫിലിമാണ്. ആക്ച്വലി ഒരു 100ഓളം ചെറിയ തിന്നായിട്ടുള്ള ഫിലിമുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു കൂൾ ഫിലിമാണ് CR70 എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഒരുപാട് ഇത് ഇറങ്ങുന്നുണ്ട്, ഫേക്ക് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെട്ട സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇവിടെ വന്ന് ഒറിജിനൽ ഫിലിം നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് അത്രത്തോളം ഉണ്ട്. ഈ 3M എന്ന് പറയുന്നവരാണ് കൂളിംഗ് ഫിലിം കണ്ടുപിടിച്ചത്, US കമ്പനി അല്ലേ? അതെ. അതുപോലെ തന്നെ PPF ആയാലും 3M 1970 കണ്ടുപിടിച്ചതാണ്. PPF ആക്ച്വലി നമ്മുടെ ഹെലികോപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലീഫിന് വേണ്ടി ആണ് ആദ്യം ഫിലിം കണ്ടുപിടിച്ചത്. പിന്നീട് അത് നമ്മുടെ റേസിംഗ് കാർസിന് വേണ്ടി ബ്രാൻഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രാൻഡിങ് പർപ്പസിൽ ഈ സ്പീഡിൽ ഓടുന്നതുകൊണ്ട് ചിപ്പിങ്ങും കാര്യങ്ങളും ബ്രാൻഡിങ് പോകും. ഒരുപാട് കോസ്റ്റ് ഉള്ള കാരണം പിന്നീട് അത് ഇതിലേക്ക് ഉപയോഗിച്ചു. പിന്നീട് ഒരു 70s കാറിലേക്ക് ഫുള്ളായിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പ്രീമിയം വെഹിക്കിൾസിന് വേണ്ടി ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോഴും വേൾഡ് ലീഡർ അവർ തന്നെയാണ് വർഷമായിട്ട്. ഞാൻ 70s ഇന്ത്യയിൽ കാർ പോലും കണ്ടുപിടിച്ചിട്ടില്ല, അന്ന് അവർ PPF കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ? അപ്പം നമുക്കിനി ഇത് നടന്ന് കണ്ടുകൊണ്ട് പറയാം. കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഫെസിലിറ്റി തന്നെ ഗംഭീരമാണ്. ഇതിൻ്റെ ഒരു ആദ്യം നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് തന്നെ ഗംഭീരമാണ്. പക്ഷേ ഞെട്ടിക്കുന്നത് ഇവരുടെ ആ ഒരു ബേ ആണ്. അതായത് ഡീറ്റെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ബേ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനിപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും വലുതോ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അത് നമുക്ക് കാണാം. അതിനിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണാം. ഇതിപ്പം ഇത് കഴിഞ്ഞ് കിടക്കുന്നതാണ് അല്ലേ? ഇത് നമുക്ക് കോട്ടിങ് കഴിഞ്ഞ് കിടക്കുന്നതാണ്. നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ് കഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം, കാരണം ഞാൻ പല വീഡിയോ ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്? നാനോ ഡയമണ്ട് കോട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിൻഡോ ഫിലിംസിൽ ഇപ്പോൾ നമുക്ക് പറയാലോ, ഇപ്പോൾ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്, കോടതി അപ്രൂവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോ ഫിലിംസ് ഒരുപാട് വരുന്നുണ്ട്. ഏറ്റവും നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫിലിംസ് നമുക്ക് അതിൻ്റെ എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ PPF അത്യാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാഫൈൻ കോട്ടിംഗ്, ബൊറോഫിൻ കോട്ടിംഗ്, ഇങ്ങനെയുള്ള കോട്ടിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വലിയ സ്ഥാപനമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടുന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുമോ? ഇല്ല, അതൊന്നുമില്ല. നമ്മൾ പഴയ റേറ്റ് തന്നെയാണ്. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, ആദ്യം പൈസ മുടക്കിയതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ കാരണം ഞാൻ ചോദിക്കാൻ കരുതിച്ചാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നതിൽ ഒരാൾ. അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് ചീത്ത വിളിക്കുന്നില്ല. ഇത് പക്ഷേ ഇവരുടെ തന്നെ വണ്ടി കേട്ടോ. ഇതാണ് ചെറിയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ചെറിയ വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആണ്. ഫോക്സ്വാഗൺ ഗോൾഫ് GTI ആണ്. ഇപ്പോഴാണ് ഇവിടെ ഗോൾഫ് GTI വന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിനായിട്ട് വരുന്നത് ഇത് ഏത് മോഡൽ? ഇത് MK2 ആണ്. ഏത് ഇയർ ആണ്? 1986. വണ്ടി നമ്പർ അത് തന്നെയാണ് ആക്ച്വലി. ശരി 86. അപ്പോൾ ഇപ്പം നമ്മൾ വലിയ വില കൊടുത്ത് 60 ലക്ഷം 65 കൊടുത്ത് വാങ്ങിച്ച വണ്ടിയുടെ മുത്തച്ഛനാണ് എന്ന് പറയുമ്പോൾ ചെറിയ സംഭവമല്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ള മറ്റു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ദിവസം അന്നേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണം. ഓക്കെ. പിന്നെ അന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല ബൈച്ചേട്ടൻ, അന്ന് നമ്മൾ 2 ഫിലിമിന്റെയും കമ്പാരിസൺ ചെയ്താ, 2 ഗ്രാഫൈൻ കോട്ടിങ്ങിന്റെയും നാനോ ഡയമണ്ട്. ഇപ്പോഴും നോക്കിയാൽ അതിന്റെ വ്യത്യാസം ശരിയാണ്. ആ ഒരു ഇത് ഗ്രാഫൈൻ, നാനോ ഡയമണ്ട്. ഇത് നാനോ ഡയമണ്ടും ഇത് ഗ്രാഫൈൻ ചെയ്തു. അതിന്റെ ഓൾമോസ്റ്റ് ഒരു ഡള്ളായി. ഇപ്പൊ ഏകദേശം നമ്മളൊരു 1 ഇയർ ആയി. ഇത് ഇപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഒരു എലമെന്റ് പോലെ കാറിന്റെ പോലെ രസമുണ്ട് കാണാൻ. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ ആരെങ്കിലും ചെയ്തോ? നിങ്ങളുടെ സ്വന്തം? കുറെയൊക്കെ നമ്മുടെ ഒരു ഐഡിയൽ പരമായിട്ട് ഇൻസ്പിറേഷൻ അങ്ങനെയുള്ള രീതിയിൽ കുറച്ചൊക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പ്രൊഡക്ട്സ് ആണ്. അപ്പം നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ആദ്യം തുടങ്ങിയ നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത ചെറിയ സ്ഥാപനം കമ്പാരിറ്റീവ്ലി ചെറുത്, അവിടെ ഇനി മുതൽ വേണമെങ്കിൽ കസ്റ്റമേഴ്സിനും വന്ന് ഡീറ്റെയിലിംഗ് പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. DIY പ്രോഡക്ട്സും അല്ല പ്രൊഫഷണൽ യൂസിനായിട്ടുള്ള എന്തിനായാലും നമുക്ക് എല്ലാത്തിനും, നോർമൽ കാർ ഷാമ്പോ അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക്. അപ്പോൾ അത് ഒരു ബ്രാൻഡിന്റെ ആയിരിക്കുമോ അതോ പല ബ്രാൻഡുകളുടെ വാങ്ങിക്കാം? മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോച്ച് കെമി, മഫ്ര, അത് തന്നെ നാനോ ഡയമണ്ട്, പ്യൂർസോ, റൂപ്പസ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക മെയിൻ ബ്രാൻഡുകളും നമ്മളവിടെ ഉണ്ടാവും. പിന്നെ ഈ വാഷിംഗ് ക്ലോത്തുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാഹനം കഴുകുമ്പോൾ അല്ലെ ഈ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതപ്പോൾ എന്നത്തേക്ക് അതിന്റെ ഒരു ഉദ്ഘാടനം? നമ്മൾ ആക്ച്വലി അടുത്ത മാസത്തോടെ ലോഞ്ച് ആവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഡീറ്റെയിലിംഗ് റോഷോ പൂർണ്ണമായിട്ടും ഈ ഫെസിലിറ്റിയിലല്ലേ അല്ലേ? ഇതും പക്ഷെ വളരെ വരാനിരിക്കുന്നത് അതിനേക്കാളും എളുപ്പമാണ്. ശരിക്കും എളുപ്പമാണ് ഇങ്ങോട്ട് വരാൻ. ഇവിടെ നല്ല ലോഞ്ച് ഉണ്ട്.
ഇത് നമ്മുടെ കാലിക്കറ്റ് ഫ്രാഞ്ചൈസി ഓണറാണ്. ശരി. അതെ. ഇത്ര നാള് നമ്മൾ വീഡിയോയിൽ വരാറുണ്ടായില്ല. ശരി. ഫ്രാഞ്ചൈസി ഓണർ എന്ന് വെച്ചാൽ നമ്മൾ റോഷോയുടെ ഫ്രാഞ്ചൈസി. ശരി. എവിടെയാ? കാലിക്കറ്റിലെ മലപ്പുറം. പേര് അജിത്ത്. സ്ഥാപനത്തിന്റെ പേര് റോഷോ തന്നെയാണ് അവിടെ അല്ലേ? അപ്പൊ എത്ര കാലം തുടങ്ങിയിട്ട് അവിടെ? 3 വർഷമായി. 2019 ജിതിനെ അറിയാം. അന്ന് മുതൽ കാഗോയുടെ ഫ്രാഞ്ചൈസി ഞങ്ങൾ എടുത്ത് തുടങ്ങിയതാണ്. മൊബൈൽ യൂണിറ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഇവർ വലുതായപ്പോൾ ഞങ്ങളും ചെറുതായിട്ടൊന്ന് വലുതായി. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പതിവ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് പുതിയ വണ്ടികൾ വാങ്ങിച്ച് നേരെ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് സെന്ററിൽ കൊടുക്കുന്ന പതിവ്. കോഴിക്കോട് അങ്ങനെ തന്നെയാണ്. നേരെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഷോറൂമിലോട്ടാണ് ഡീറ്റെയിലിങ്ങിനുള്ള വണ്ടി വരുന്നത്. ഇവിടെ വരുന്ന പോലെ തന്നെ എല്ലാ സർവീസും കോഴിക്കോടും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് അത് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ഇതിനെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി? ഞങ്ങൾ ആക്ച്വലി ഫ്രാഞ്ചൈസീസ് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല റോഷോയ്ക്ക്. ആയിത്തേനെ സംബന്ധിച്ചിടത്തോളം അയച്ചേട്ടൻ ഡീറ്റെയിലിംഗ് ഭയങ്കര പാഷനേറ്റ് ആണ്. ഞങ്ങളുടെ ഒപ്പം കൂടെ പോകാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആക്ച്വലി അന്ന് കാലിക്കറ്റ് കൊടുക്കാൻ തന്നെ കാരണം. ഇപ്പൊ ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്യാനേ താല്പര്യമില്ല. അയത്തേനെ സംബന്ധിച്ചിടത്തോളം അയത്തേട്ടൻ നമ്മുടെ റോഷോ എന്നുള്ള പേര് അതേ രീതിയിൽ തന്നെ നോക്കിക്കോളും. അതെ, ചീത്തപ്പേരില്ലാതെ കൊണ്ടുപോകും എന്നുള്ളൊരു ഞങ്ങൾക്ക് അഷ്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് അയത്തേനുമായിട്ട് നമ്മള് അസോസിയേറ്റ് പോകാൻ. ഇപ്പം ശരിക്കും അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക്? അതെ, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ചെന്നൈയിലാണുള്ളൂ. ചെന്നൈയിലുള്ളതും ഇതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയാണ്. അതെ, ഫ്രാഞ്ചൈസിയാണ്. മലയാളിയാണോ എടുത്തിരിക്കുന്നത്? ഇല്ല, അവിടുത്തെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരൊക്കെ നല്ല സാധ്യതയുണ്ട് ഫ്രാഞ്ചൈസി ആണെങ്കിൽ. പക്ഷേ ബൈച്ചിട്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനൊരു സ്ഥാപനം അവർ ആ ക്വാളിറ്റിയിൽ നോക്കണം. ഇപ്പൊ നമുക്ക് പല ബൈ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പൊ കാർ ഷാമ്പൂ തന്നെ നമുക്ക് ഇച്ചിരി റേറ്റ് കുറഞ്ഞ അവിടെ തൊട്ടും തുടങ്ങും. പിന്നെ പോളിഷിംഗ് കോമ്പൗണ്ട് ആയാലും 100 രൂപയ്ക്കും കിട്ടും, 1000 രൂപയ്ക്ക് കിട്ടും. ഇവര് ചിലപ്പോൾ 100 രൂപയ്ക്ക് ഉപയോഗിച്ചാൽ നമുക്കത് നോക്കാൻ പറ്റില്ല. നമുക്ക് ആ ക്വാളിറ്റി പക്കയായിട്ട് തന്നെ രീതിയിൽ നാളെ റോഷോന്റെ പേരായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആക്ച്വലി വേറെ ഫ്രാഞ്ചൈസീസോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ. ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ സുമേഷ് നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തുള്ള എല്ലാ രാജ്യത്തും മലയാളി ഉണ്ടല്ലോ, എല്ലാ രാജ്യത്തു നിന്നും സുമേഷിന് ഫ്രാഞ്ചൈസി എൻക്വയറി ഉണ്ട്. സുമേഷ് പക്ഷേ കൊടുക്കാത്ത ഇതാണ്. കാരണം പാരഗൺ ഒരു 1000 എണ്ണം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈവിട്ടു പോയി. ആ ക്വാളിറ്റി നിർത്താൻ പറ്റില്ല. നമുക്കത് എത്രത്തോളം അത് ആക്യുറേറ്റ് ആക്കാൻ പറ്റുന്നു ഉറപ്പില്ല. പിന്നെ ആ എടുക്കുന്ന ആളും അത്രയും പാഷനേറ്റ് ആണെന്ന് നിർബന്ധമില്ല. അവർ മണി മോട്ടീവ് ആണെങ്കിൽ പിന്നെ അവിടെ കാര്യമില്ല. അപ്പോൾ എന്തായാലും കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് അജിത്തിനെ സമീപിക്കാൻ ഈ മുഖം നോക്കി വെച്ചു. നമ്മുടെ റോഷോയിൽ അജിത്ത് കാണും. അപ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, ഈ റോഷോ എന്ന് പറയുന്ന ഒരു പൂച്ചയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീഡിയോ. അപ്പോൾ അവിടെ വേറെ പൂച്ചയുണ്ടോ? ഇല്ല. അവിടുത്തെ പൂച്ച മനുഷ്യരൊക്കെ ആണെന്നല്ലേ. അപ്പോൾ ഞങ്ങൾ തന്നെ ബാക്കി ഫെസിലിറ്റി ഒന്ന് കാണട്ടെ. അപ്പോൾ ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ പൂച്ച കാണണ്ടേ? നമ്മുടെ പൂച്ചയാണല്ലോ മെയിൻ ഐറ്റം. എനിക്ക് തോന്നുന്നു ആ പഴയ ഷോറൂമിൽ ചെറിയ സ്ഥലമായിരുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് നടക്കാനൊക്കെ ആയിട്ട് മുകളിൽ ഒരു ട്രാക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇല്ല. അതേ പൂച്ച ഉണ്ടല്ലോ ഇവിടെ. പൂച്ച അകത്തേക്ക് പോയോ? ഇവിടെ ഉണ്ടായിരുന്ന പൂച്ച. അല്ല, നമുക്കിനി അകത്തെ ഫെസിലിറ്റി ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ചെറിയ സ്ഥാപനത്തിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ബാക്ക് ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ റീലും ഒക്കെ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും അല്ലേ? വീഡിയോ എഡിറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ സ്റ്റാഫിന്റെ കോളിങ്ങും കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അവിടെ നമുക്ക് ശരിക്കും മുകളിലായിരുന്നു ഒരു ബാക്ക് ഓഫീസ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ നമുക്കിതൊരു കോൺഫറൻസ് റൂം. കോൺഫറൻസ് റൂം ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഓട്ടോമൊബൈൽ ഷോറൂമിന്റെ ഇന്റീരിയർ പോലെയൊക്കെ ആയിട്ടുണ്ട്. സന്തോഷം കാര്യത്തിൽ. ഞങ്ങൾക്ക് അന്ന് ആക്ച്വലി തുടങ്ങിയപ്പോൾ വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു. ക്യാഷ് ആയാലും എല്ലാത്തിലും നമ്മൾ ഭയങ്കര പിടിച്ചാണ് ചെയ്തത്. ഇപ്പൊ പിന്നെ നമ്മൾ കുറച്ച് കടമെടുത്തിട്ടായാലും ചെയ്യുമ്പോൾ എന്തായാലും എഴുതിയിട്ടുണ്ട്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. ഹെലൻ കെല്ലർ. ഏതായാലും അതൊരു നല്ലൊരു മോട്ടീവാണ് ഇവരെ സംബന്ധിച്ച്. പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. അത് ഇവിടുത്തെ ഡീറ്റെയിലിംഗ് നടക്കുന്ന ആ ബേ ആണ്. ബേയിലേക്ക് കിടക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞെട്ടിക്കുന്ന സ്ഥലം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ സത്യമാണ് കേട്ടോ, കേരളത്തിൽ മറ്റൊരു ഡീറ്റെയിലിംഗ് സെൻറ്ററും ഇത്രയും വിപുലമല്ല. എന്ന് തന്നെയല്ല, ഞാൻ സംബന്ധിച്ച മറ്റൊരു കാര്യം എന്താ അറിയോ, ഇത് വെളിയിൽ നിന്ന് കാണാനേ പറ്റില്ല ഈ ഒരു ഏരിയ അല്ലേ. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇത്ര വണ്ടി അകത്തുണ്ട് എന്ന് കാണിക്കാവുന്ന രീതിയിൽ ഇത് ഓപ്പൺ ആക്കിയിടും. പക്ഷേ ഇത് അങ്ങനെ, ഇത് ഫുള്ളി ക്ലോസ്. ഒന്ന് ഡസ്റ്റിന്റെ വിഷയം, പിന്നെ നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റിക്ക് പുറത്ത് കാണേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കാണാം എന്താണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എല്ലാവർക്കും അത് കണ്ട് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതെ, എല്ലാത്തരം വണ്ടികളും നിരന്ന് കിടക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6 ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ നമുക്ക് ഓരോന്നും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഇതാണ്. ഓരോന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂൾ ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൂൾ ഫിലിംസ് ഒട്ടിക്കുമ്പോഴേ നമ്മൾ ഡസ്റ്റ് പ്രൂഫ് ആയിട്ട് ഒട്ടിക്കണം ആണല്ലേ. അത് പക്ഷെ ആരും അങ്ങനെ പൊതുവെ ചെയ്യാറില്ല തോന്നുന്നു അല്ലേ? റോഡ് സൈഡിലിട്ടാണല്ലോ പലരും ഒട്ടിക്കുന്നത് അല്ലേ. അതെ, നമുക്ക് ഇവിടെ മാക്സിമം നമ്മൾ
ഏറ്റവും ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയാണ്. അതിന് മാത്രമായിട്ടൊരു റൂം കൊടുത്തു. അതെ, നമുക്ക് അവിടെ വെച്ച് കട്ടിങ്ങും കാര്യങ്ങളും, ഗ്ലാസ്സിൽ വെച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർക്കായിട്ട് അവരുടെ ഒരു ഫെസിലിറ്റി അങ്ങനെ. അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ 3M ഒരു പാർട്ണറാണ് നിങ്ങൾ. പക്ഷെ 3M അല്ലാത്ത ഫിലിംസും ഉണ്ടോ ഇവിടെ? ഉണ്ട്. അപ്പൊ കുറച്ച് വില കുറഞ്ഞ മതിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റിസോ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തൊട്ട് ചെയ്യുന്ന റിസോ ക്വാളിറ്റി ഫിലിം തന്നെയാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഇപ്പം ചില കസ്റ്റമേഴ്സിന് ചില നീഡുകൾ അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് ഫിലിം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് 3M എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 3M എടുക്കാനും കാര്യം. ഇപ്പൊ 3M ആണെങ്കിൽ എന്തെങ്കിലും വാറണ്ടി കൂടുതലൊക്കെ ഉണ്ടോ ഈ ഫിലിമിനെ? വാറണ്ടി അല്ല വെച്ചിട്ട് അവര് ഒന്നും നമുക്ക് ഇങ്ങനത്തെ ഇപ്പം PPF-നായാലും ശരി, നമ്മുടെ കൂൾ ഫിലിമിനായാലും ശരി, അതിന്റെ ഗ്ലൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഘടകം. അപ്പം 3M ആക്ച്വലി 3M പ്രൊഡക്റ്റുകൾക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ ആക്ച്വലി നല്ല രീതിയിൽ R&D ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ അവരുടെ അഡസീവ് ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. നമ്മുടെ ഈ PPF ആയാലും ശരി, വിൻഡോ ഫിലിംസ് ആയാലും ശരി, അതിലെ ഗ്ലൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. നമ്മൾ കാലപ്പഴക്കം വരുമ്പോൾ അതിന് ഗ്ലൂ മെൽറ്റ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ 3M ഭയങ്കരമായിട്ട് മുന്നിൽ തന്നെയാണ്. പിന്നെ അവരുടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ PPF ആക്ച്വലി അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർക്കറിയാം ടെക്നോളജി അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആക്ച്വലി തുടക്കകാലത്തൊക്കെ 3M ഫിലിംസിന് ഒരു യെല്ലോയിഷ് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു 3M ഫിലിംസിന്. പിന്നീട് അവരത് ആക്ച്വലി R&Dയിൽ അത് ഭയങ്കരമായിട്ട് തന്നെ എന്നുവെച്ചാൽ ഒരു കംപ്ലൈന്റ് കിട്ടുകയും അതിനെ ഭയങ്കരമായിട്ട് തന്നെ ക്രൂഷ്യലായിട്ട് കണ്ട് അവർ ഇപ്പോൾ ഇറങ്ങുന്ന ഫിലിംസ് ഒക്കെ ഭയങ്കര ടോപ്പ് സെല്ലിംഗ് ഫിലിംസ് തന്നെയാണ്. നമ്മുടെ ഇവിടെ ആക്ച്വലി അല്പം കോസ്റ്റ് ഉണ്ട് 3M ഫിലിംസിനൊക്കെ. അതെ, ഡ്യൂറബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഗ്ലോസ്നെസ് ഉണ്ട്, എല്ലാം കൊണ്ടും 3M ഫിലിം ഭയങ്കരമായിട്ടാണ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ആയാലും കുറേയും കൂടി സുഖമാണ്. അതിനൊരു പ്രത്യേകത ഒരു ഇതുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ നമ്മളിപ്പം നാനോ ഡയമണ്ട് കോട്ടിങ്, അതുപോലെ തന്നെ മറ്റ് കോട്ടിങ്ങുകൾ, അത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എത്ര വരെയാണ് മാക്സിമം വാറണ്ടി കൊടുക്കുന്നത്? നമ്മളിപ്പോൾ ലൈഫ് ടൈം വാറണ്ടി വരെയുള്ള ഫിലിംസ്. അല്ല, ഫിലിം അല്ല ചോദിച്ചത്, PPF അല്ല, അല്ലാതെ ഡീറ്റെയിലിംഗ്, മറ്റ് ഡീറ്റെയിലിംഗ്. നമ്മൾ കൂൾ ഫിലിമിന് ലൈഫ് ടൈം വാറണ്ടി ഉള്ള ഫിലിംസ് വാറണ്ടി കൊടുക്കും. ഇപ്പം നമ്മൾ റിസോർട്ടിൻ്റെ ഒക്കെ ഫിലിം ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് അവർ ഗ്ലാസ് ബ്രേക്ക് ആയിട്ട് ആ രണ്ടാമത് ഗ്ലാസ് പുതിയതായിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ആ ലൈഫ് ടൈം വാറണ്ടി ഉള്ള പാക്കേജുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ പാക്കേജ് എടുക്കുന്നവർക്കാണെങ്കിൽ വാറണ്ടി പീരീഡിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ മാറിക്കൊടുക്കും. മറ്റ് പോളിഷിംഗ് പരിപാടികളിലാണെങ്കിൽ അതിലാണെങ്കിൽ നമുക്ക് കോട്ടിംഗ് സർവീസ് ആണ്. ഒന്ന് ഗ്രാഫിൻ കോട്ടിംഗ് ഉണ്ട്, ബൊറോഫിൻ കോട്ടിംഗ് ഉണ്ട്, നാനോ ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്. നാനോ ഡയമണ്ട് ഒക്കെ ഏറ്റവും ഹൈ എൻഡ് വരുന്നത് 6 years വരെ വാറണ്ടി വരെയുള്ള കോട്ടിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. PPF-ലാണെങ്കിൽ നമുക്ക് 10 year വരെയുള്ള. PPF ഇപ്പം ഞാൻ പലരോടും ചോദിക്കുന്ന ചോദ്യം, PPF ഇപ്പം എത്ര % ആൾക്കാർ ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഒരു 20-30% ആൾക്കാർ. ഞാൻ പക്ഷേ PPF-നെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യാറുമില്ല. എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ചില ചെറിയ വണ്ടികൾക്ക് വരെ PPF ചെയ്യാൻ അവരാഗ്രഹം, അത് അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. പക്ഷേ ഞാൻ പറയാറുണ്ട്, ഇതിനു മുമ്പും പറയാറുണ്ട്, ഈ വണ്ടി ആക്ച്വലി 15 ലക്ഷം രൂപയുടെ വണ്ടിയിലൊക്കെയാണ് ചിലപ്പോൾ PPF ചെയ്യുന്നത്. അതൊരു 60,000 or 70,000 ഒരു പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പെയിന്റിന് അത്രയും ഇതിന്റെ ആവശ്യം, പെയിന്റ് അടിക്കുന്നതിന് അത്രയും കോസ്റ്റ് വരുന്നില്ല. പക്ഷെ ഒരു പ്രീമിയം വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടി അത്യാവശ്യം ഓട്ടോ ഉള്ള വണ്ടിയാണ്. ഇപ്പം ചിലര് വീട്ടിൽ കിടക്കുന്ന വണ്ടിക്ക് PPF ചെയ്യുന്ന കാണാം. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അത്യാവശ്യം ആ വണ്ടിക്ക് നല്ല ഓട്ടോ ഉണ്ട്. അതൊരു 20 lakhs അല്ലെങ്കിൽ 15 lakhs എബോ ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ മാത്രം PPF ചെയ്താൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറ്. അപ്പോൾ ഈ ബേ എന്താണ്? ഇത് നമുക്ക് കോട്ടിംഗ് റൂമാണ്. അതായത് നാനോ ഡയമണ്ട് കോട്ടിംഗ്, നമുക്ക് സെറാമിക് കോട്ടിംഗ്, ഗ്രാഫിൻ കോട്ടിംഗ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിവിടെ അറ്റ് എ ടൈം 2 വണ്ടി ഇട്ട് നമുക്ക് കോട്ടിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പം ശരിക്കും ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, ഈ പറഞ്ഞ കോട്ടിങ്ങുകളിൽ ഏതാണ് ബെസ്റ്റ് ഒരു വണ്ടിക്ക്? ഇപ്പം നാനോ ഡയമണ്ട് ആണ് എൻ്റെ ഒരു ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ ബൈജോനെ ആദ്യം കാണിച്ചു അന്ന് ചെയ്ത ആ ഒരു കോട്ടിംഗ് ആണ് ഇപ്പോഴും നമുക്കത് ലൈവായിട്ടുള്ളത് കാണാം. ഇവരുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല 6 years അവർ 6 years മാത്രമായിട്ടുള്ള ഒരു കോട്ടിംഗ് Pro 60 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് തന്നെ അവർ ഇറക്കുന്നുണ്ട്. ഈ നാനോ ഡയമണ്ടിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടിനും അതിൻ്റെതായ കോട്ടിംഗ് ഉണ്ട്. ഇപ്പം അലോയ് വീലിന് സെപ്പറേറ്റ് ഒരു കോട്ടിംഗാണ് വീൽ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലോയ് വീൽസ് എല്ലാം ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഏരിയയാണ്. ചൂടാവുന്ന ഏരിയക്ക് നോർമൽ കോട്ടിംഗ് അല്ല, കുറച്ചും കൂടി ഹൈ ആ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു കോട്ടിംഗ് ആണ് ചെയ്തത്. അത് വേണമെങ്കിൽ എഞ്ചിന് വരെ അടിക്കാമെന്ന് അവർ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്ലാസ്സിനാണെങ്കിൽ ഗ്ലാസ്സിന് വേറെ ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ യൂറോപ്പ് കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലീഡിങ് ആയിട്ടുള്ളത് തന്നെ
ഈ പറഞ്ഞ നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ്, സ്വിറ്റ്സർലൻഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ സ്വിസ് മെയ്ഡ് പ്രൊഡക്ട്സിന് അതിൻ്റെ ഒരു ക്വാളിറ്റി അവർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗ്രഫീനിൽ നിന്നും അത് നാനോ ഡയമണ്ട് കോട്ടിങ്ങിലൊക്കെ എത്തുമ്പോൾ എത്ര % അതിന് വില വ്യത്യാസം ഉണ്ടാവും? ചിലവ് 10 to 15% ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ കാഴ്ചയിലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട്. നമുക്ക് ഈ നാനോ ഡയമണ്ടിനൊക്കെ കുറേയും കൂടി കളർ പോപ്പ്നെസ് കിട്ടും. എന്താണോ ആ കളർ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിന് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കും. അന്ന് ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ അതിന് പോപ്പ് എത്രത്തോളം കളർ പോപ്പ്നെസ് ഉണ്ടെന്നുള്ളതെല്ലാം നമ്മൾ കാണിച്ചു. അതെല്ലാം അതിന് വരുന്നുണ്ട്. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ PPF കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ നടക്കുന്നത്. PPF-ന്റെ ആണ്. PPF-ന് മുമ്പ് ഒരുക്കാണ്, മറ്റേ കല്യാണ പെണ്ണ് തല ദിവസം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്ന പോലെ ഉള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ആക്ച്വലി PPF ചെയ്യുന്ന വണ്ടി വളരെ നന്നായിട്ട് തന്നെ ഡീറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പണി നടക്കുന്നതൊന്നും ഇന്ററപ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ ഈ PPF-ൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ലോക്കാവും പാടില്ല. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ കോർണർ വരെയുള്ള ചെളികൾ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാമ്പൂ ഒക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി ഉള്ളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ടാണ് അതിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് PPF-ലേക്ക് എത്ര നേരം എടുക്കും ഒരുക്കിയെടുക്കാൻ? ഇതുപോലെ നമുക്കൊരു 2-2.5 ദിവസം പൊട്ടിക്കുന്നതിന് മാത്രമാണ്. അതിൻ്റെ ഒരു ഇപ്പോൾ PPF തന്നെ പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, നമുക്ക് 1.5 ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ വണ്ടി ചെയ്യാം. അപ്പോൾ അതിലൊരു രീതികൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചില ഡോറുകളിൽ നമുക്ക് മടക്കി ഉള്ളിലേക്ക് കയറ്റി വെക്കണം. അത് നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് നമുക്ക് ഹോട്ട് എയർ ഗണ്ണുണ്ട്, ഗണ്ണ് ഉപയോഗിച്ചിട്ട് ചൂടാക്കി വെട്ടിക്കാം. അതല്ലാതെ നമുക്ക് ടാക്കിംഗ് എന്ന് പറയാൻ സൊല്യൂഷൻ ഉപയോഗിച്ച് മാത്രം ഫോൾഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിന് 2 പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൂവിൻ്റെ ആ ഒരു ഇത് നശിക്കുകയാണ് അവിടെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ ടാക്കിംഗ് ആണ്. ടാക്കിങ്ങിന് ആക്ച്വലി കമ്പാരിറ്റീവ്ലി സമയം കൂടുതലെടുക്കും. പക്ഷേ നമുക്ക് പിന്നീടായാലും എടുക്കാനായാലും ഒട്ടിയിരിക്കുന്നതായാലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. നാളെ അവിടെ നോക്കുമ്പോഴായാലും ഒരു വൃത്തിയുടെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മളിവിടെ PPF കട്ട് ചെയ്യുന്ന ഒരു മെഷീനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ പ്ലോട്ടർ വെച്ചിട്ട് കറക്റ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഈ PPF-ന്റെ കാര്യത്തിൽ അന്ന് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയണം. നമ്മളിപ്പം PPF ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഫുള്ളാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഒക്കെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ആ കട്ടിങ് എന്ന് പറയുന്നത് പക്കയായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ശകലം പൊളിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ PPF ഒട്ടിച്ചത്. അത് വരാത്ത രീതിയിലുള്ള കട്ടിങ് മെഷീനാണത്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പം ഒരു വണ്ടി ഇപ്പോൾ ബലേനോ ആണെങ്കിൽ ബലേനോയുടെ സാധനം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് PPF കയറ്റി വിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെയാണ്. ഇത് PPF ഫുൾ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇത് നല്ല വെറൈറ്റി, ഈ കളർ പ്രത്യേകിച്ചല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെയെങ്കിലും ഒരു PPF എന്നുള്ളത് ചെയ്തതാണെന്നൊന്ന് വൈകിട്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ BMW ഇല്ലേ റാപ്പ് ചെയ്തത്, അത് മറ്റൊരു ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റാപ്പ് ചെയ്തതാണ്, പുള്ളി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. നമ്മൾ റാപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ബോണറ്റ് തുറന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം അത്ര പോലും അറിയത്തില്ല, ഒരു ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ, വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇതിന് കളർ അടിപൊളി അല്ല, നല്ല ഇത് PPF ചെയ്യുമ്പോൾ നമുക്ക് കളറും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി പോപ്പായി കിട്ടും. അപ്പം ഇത് എന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് PPF ചെയ്ത് തിരിച്ചിട്ട് എത്ര ദിവസം വേണം? നമുക്ക് 4 ദിവസം എടുക്കും. 4 ദിവസം തന്നേ പറ്റൂ അല്ലേ? അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ക്യൂർ ആകില്ല. എന്ന് വെച്ചാൽ നമുക്കതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളും. ഇതൊരു ആർട്ട് വർക്ക് ആക്ച്വലി ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ് അല്ല. അത് അതിൻ്റെതായ ഒരു പാനലിൽ അതിൻ്റെ ചില പാനലിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന പാനലുണ്ട്. ഓരോ വണ്ടിയുടെയും ഷേപ്പുകൾ, ഇപ്പോൾ വിൻസറിന്റെ ഷേപ്പ് വേണ്ട, അത് ഓരോന്നിനും ഓരോ ഇതാണ്. വിൻസറൊക്കെ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ബമ്പർ പോർഷനൊക്കെ നമുക്ക് ഒരുപാട് ടൈറ്റൻ ചെയ്തിട്ട് അത് ഞങ്ങളെ വെച്ച് കുറച്ചും കൂടി ടഫായിട്ടുള്ള പോർഷൻസ് ആണ് അതൊക്കെ. അപ്പോൾ അതുപോലെ ഇപ്പം 3Mന്റെ കാര്യം പറഞ്ഞല്ലോ, 3Mന്റെ ഫിലിം വില കൂടിയതാണ്, ഡ്യൂറബിൾ ആണ്, പക്ഷെ അത് വേണ്ടാത്തവർക്ക് താഴേക്ക് വരാം എന്ന് പറഞ്ഞ പോലെ PPF-ലും ഉണ്ടോ വില വ്യത്യാസമുണ്ട്? ഇപ്പൊ മാർക്കറ്റിൽ ആക്ച്വലി ക്വാളിറ്റി ഭയങ്കര കുറഞ്ഞ ഇപ്പം ഇതിൽ TPU മെറ്റീരിയൽ, TPH മെറ്റീരിയൽ അതെല്ലാവരും കേട്ട് കാണും. TPH മെറ്റീരിയൽ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, അത് പെട്ടെന്ന് യെല്ലോയിഷ് കാര്യങ്ങളാവും. ഇപ്പം TPU മെറ്റീരിയൽ തന്നെ ഒരുപാട് ഗ്രേഡ്സ് ഉണ്ട്. ഈ ഗ്രാനുവൽസ് ആണ് ആക്ച്വലി, അതായത് TPU ഗ്രാനുവൽസ് ആണ്. അതിൽ തന്നെ ഗ്രേഡ് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട്. അതായത് ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിറ്റി, നമുക്ക് ഒരു PPF വലിക്കുമ്പോൾ എത്രത്തോളം വലിയണം, ബ്രേക്ക് ആവാതെ വലിയും എന്നുള്ളതൊക്കെ ഇതിലൊരു ഘടകമാണ്. അപ്പം അതിൽ തന്നെ ഈ എന്താ പറയുക, നമുക്കൊരു 10,000-20,000 തൊട്ട് ഫിലിംസ് അവൈലബിൾ ആണ്. ആക്ച്വലി അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തിന് ശേഷം
അത് എടുക്കാനും ഇതിനൊക്കെ ഭയങ്കരമായിട്ട് അപ്പൊ നിങ്ങൾ പക്ഷേ വില കുറഞ്ഞതും ചെയ്ത് കൊടുക്കുമെങ്കിൽ പിന്നീട് ഇല്ല, ഞങ്ങൾ ആക്ച്വലി അതൊരിക്കലും ചെയ്യില്ല. നമുക്ക് ഈ PPF ആക്ച്വലി കുറച്ച് ഡേഞ്ചറും കൂടിയാണ്. നമ്മൾ നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഫിലിമുകൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അത് പൊളിച്ചെടുക്കേണ്ട വന്നാൽ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷയത്തിലേക്ക് വരാം. നമ്മളൊരു നിലവാരത്തിൽ അതെ. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ തകർക്കുക ആക്ച്വലി പലരും. അത് ഇപ്പോൾ പലത് ഇപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹാൻഡിൽ കഫ് ചിലതൊക്കെ ഊരി തന്നെ ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഇവർ ഈ കോസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഇതൊന്നും ഊരില്ല, നേരെ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് അടിച്ചു വിടും. അതുപോലെ തന്നെ അപ്പം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് പോകണമെങ്കിൽ കോസ്റ്റ് കട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. കസ്റ്റമർക്ക് ഇത് മനസ്സിലാവില്ല, ക്വാളിറ്റിയിൽ പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല. ഇപ്പം നമ്മൾ ഒരു അലോയ് വീലിൽ ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഷാമ്പൂ ഇട്ടിട്ട് തുടച്ച് ക്ലീൻ ആക്കി അത്യാവശ്യം ക്ലീൻ ആവും. പക്ഷെ നമുക്കിവിടെ അയൺ റിമൂവർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ബ്രേക്ക് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീലിലൊക്കെ വരും, അതൊന്നും ഈ ഷാമ്പൂലൊന്നും പോകില്ല. അതിനെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെതായ കെമിക്കൽ ഉപയോഗിച്ച് അതിനെ ഡിസോൾവ് ചെയ്ത് ക്ലീൻ ആക്കുന്ന ഒരു പ്രൊസസ്സാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയും കോസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ആ അയൺ റിമൂവറിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിലും ഇപ്പം നിങ്ങൾ ഒരു ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒബിയസ്ലി അവർക്ക് ആ ഒരു കോസ്റ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആർക്കും ഡിസ്കൗണ്ടിന്റെ പുറകെ പോരുത്. അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുള്ള പ്രൈസിനുള്ള ഇവിടെ ചെയ്യണമെന്നല്ല, വേറെ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കോസ്റ്റ് നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം അല്ല ഇത്. ഇപ്പോൾ കോട്ടിങ്ങിലായാലും ശരി, PPF-ലായാലും ശരി, വിൻഡോ ഫിലിമിലായാലും ശരി, ഒരുപാട് കാശ് കുറഞ്ഞ ഫിലിം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് വൈറ്റ് വണ്ടിയിലൊക്കെ അങ്ങനെയുള്ള ഒട്ടിച്ച യെല്ലോ ആയിട്ട് മാറി പഴയ വണ്ടികൾ ഇപ്പോഴും നോക്കാം. അപ്പൊ ഇവിടെ 6 പേരുണ്ട്, പിന്നെ ഈ പറഞ്ഞ സൈഡിൽ ഓരോന്നും ചെയ്തിട്ട് സുന്ദരകുട്ടന്മാരായവരെയാണ് ഇവിടെ ഇടുന്നത്. അല്ലല്ല, പുറത്തേക്ക് ഡെലിവറിയിലേക്ക് അവിടെയാണ് ഡെലിവറി ഡെലിവറി അവിടെ നിന്ന് പോകും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്ക് ഏകദേശം ഒരു 20-25 സ്റ്റാഫ് ഉണ്ട്. മലയാളികളുണ്ടോ? മലയാളികളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇവരിതിന്റെ എല്ലാം അറിയാവുന്നവരാണെങ്കിൽ പോലും ചെയ്യുന്നവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ? അല്ലാതെ ഇവര് നിങ്ങൾ എങ്ങനെ നിലകുത്തി തന്നാലും സംഗതി ഭംഗിയാകില്ല. പക്ഷെ ആ കാര്യത്തിൽ ഇവർ പണ്ട് തൊട്ടേ ഇവരുടെ കൂടെ ഉള്ളവരൊക്കെ കൂടെയുണ്ട്, അതുകൊണ്ട് തന്നെ ആ പ്രശ്നമില്ല. പിന്നെ എന്താണ് നമുക്ക് ഇനി പറയാനുള്ളത്? അങ്ങനെ കാണുന്നത് വാഷ് ബേ ആണ് അല്ലേ? അവിടെയാണ് വണ്ടി കഴുകുന്ന നേരം. സാധാരണ ഇതിൽ വാഷ് ബേ വെളിയിലാണ് കാണാറുള്ളത്, ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യണ്ടല്ലോ കാര്യമില്ല. നമുക്ക് 3M സൈഡിൽ നിന്ന് നമ്മുടെ സെയിൽസ് മാനേജർ ഉണ്ട്, സൗത്ത് ഹെഡ് ആണ് ആക്ച്വലി. പുള്ളിയെ ഒന്ന് പരിചയപ്പെടാം. ദിനേഷ് എന്നാണ് പേര്. Dinesh. Yes, Dinesh. So I will ask you something about 3M. Sure. Why 3M? 3M started in 1960s only. Oh. So we are pioneer in this field, in the field of films. So that is number one. And 3M, it is a well-renowned brand across the globe. And we are not only renowned in automotive, so we are there in all other products also, like healthcare we have. So many divisions we have. So that is number two. And 3M, what has happened is 3M has an approval in lot of OEM brands for a detailing part of the business. So keeping all these, yes, 3M is a ultimate choice. Yes. Yeah. And Rosho is your selected partner, right? So why did you select Rosho? Because they started just 8 years back. Yeah. Right? See, right now what is happening is 3M has come out with a program called Select Partner. See, wherever we see a good detailing studio which has a capacity to do 3M films, so definitely we will approach them. So in this way, we have checked all the studios which is available in Ernakulam, and we feel that Rosho is a very good in terms of their application, and they have a very beautiful setup. And yes, we are here, and we made a partnership. So a lot of future things are coming up, big things are coming up. So we would like to have their partnership. It is not for the short time, it is for the long time. Yes. Okay. In terms of PPF, we supply only to our partners. So we don't supply it to everywhere. The other detailing centers can buy from No, Rosho? no, not possible. So if you want 3M, they need to come here.
The customer should come for here. the end customer. End customer in Ernakulam, right now the choice is only with the Rosho. Oh, No great. one else has that PPF ka thing. Oh, great. So that is one thing I just want to tell you. So because they directly get from 3M. Oh. We have our master distributor in Bangalore. Through them they get it. Oh. And no other person in retail market in Ernakulam have the 3M PPF. Oh, okay, so, okay. so they are like authentic. And one more thing, how a customer can find us, like if a customer goes to 3M website. So if they see, if there is a column called search partners. So if they go into that, and the moment if they put Ernakulam, so Rosho will be reflecting in the 3M authorized website. Oh, okay, okay. So in that way, customer can verify it. Okay, okay. And also what happens is, once customer purchase a warranty, purchase a PPF, warranty will be provided. So what we have given an access to Rosho, they can enter all the customer details, and e-warranty will be generated from the 3M to the customer mail ID. Okay, okay. So in that way also they can verify. Verify, okay. So what is happening in this current trend is, lot of PPF are there in the market. But customer, what happens is, they are spending a huge amount. They should end up buying a correct PPF. So people will say something and end up applying something. Yeah. People will say this is a premium product, and customer will spend around 2 lakhs worth of a product, and God only knows who and what they apply. So here what happens is, everything is auditable. So everything is accounted. So once they purchase a roll from 3M, so the roll number they have to mention. So a lot of things are there. So customer will not they can go assure as the a quality. Yeah, they can assure the quality. So these kind of things are there. And apart from that, we have our Sun Films. Sun Film, 3M is known for its Sun Films. You invented that, no? Yeah. So these two, for a good competitive price, people can always visit Rosho. Okay. And they have a very good talented manpower team also. And apart from that, all are trained from 3M side also. So that they will is get the training too. Yeah. And they have also visited our R&D facility in Bangalore. And also then and there we used to motivate them in terms of training. A lot of things happens from 3M side. Okay. I hope you will keep the trust. Okay. Thank you so much, Dinesh. All the best. Yeah. അപ്പോൾ എന്തായാലും ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഫെസിലിറ്റിയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വലിയ കാർ ഷോറൂംസ് ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഡീറ്റെയിലിംഗ് സെൻറ്റർ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ, തീർച്ചയായിട്ടും അല്ലേ? നമുക്കൊന്ന് അറിയുകയും ചെയ്യാമല്ലോ. അപ്പം അതിലും വലുത് വരുന്നത് മോശമൊന്നുമല്ല. കാരണം ഇവർ ഈ 8 വർഷം കൊണ്ട് നേടിയെടുത്ത് ഒട്ടും മോശമല്ലാത്ത കാര്യമാണ്. ഒരു കാർ വാഷ് സെൻറ്ററിൽ നിന്നും ഇവിടം വരെ എത്തിയ വളർച്ച എന്ന് പറയുന്നത് മോശമല്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ 2 പേരാണ്. പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ കണ്ട കാര്യം, അതെനിക്ക് പറയാൻ യാതൊരു മടിയില്ല. ഇവർ ഫുൾ എപ്പോഴും കൂടുതലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞില്ലേ, ഫ്രാഞ്ചൈസി അധികം കൊടുക്കാത്തതെന്ന് പറയുന്ന പോലെ ഇവരുടെ ഒരു നോട്ടം വിട്ടു പോകരുതെന്നുള്ളതുകൊണ്ടാണ്. ആ ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു റോഡ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുകയും ചെയ്യാം. അപ്പം എങ്ങനെയാണ്, ഞായറാഴ്ചയൊക്കെ ഉണ്ടോ അതോ ഞായറാഴ്ച ഇല്ല, മൺഡേ ടു സാറ്റർഡേ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളെപ്പോഴും ഇത്തരം വാഹനങ്ങളുടെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. അതിനുവേണ്ടി കുറച്ച് സ്പെൻഡ് ചെയ്യുക. നമ്മൾ വണ്ടി വാങ്ങിക്കാൻ 10 ലക്ഷം രൂപയാണ് മുടക്കുന്നെങ്കിൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ പൈസ കൂടി മനസ്സിൽ കാണുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് വാഹനം സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. PPF, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്, എല്ലാവരും PPF ഒട്ടിക്കൂ എന്ന് പറഞ്ഞില്ല ജിതിൻ എന്നുള്ളതാണ്. കാരണം ഇതിന് കൂടുതൽ പൈസ കിട്ടാവുന്നത് PPF ആണെങ്കിൽ അങ്ങനെ ഉപദേശിച്ചില്ല. കാരണം ചെറിയ വാഹനമാണെങ്കിൽ അതിൽ നല്ല ഡീറ്റെയിലിംഗ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ജിതിൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സത്യസന്ധത തുടർന്നും മുന്നോട്ട് പോകട്ടെ. ഇവിടെ ഇനിയും കൂടുതൽ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് എത്തട്ടെ റോഷോ എന്ന് ആശംസിക്കുന്നു. അപ്പം ഒരാളെ കണ്ടില്ല ഇപ്പോഴും, പൂച്ചയല്ലേ, പൂച്ചയോടെ കണ്ട് അവസാനിപ്പിക്കും അല്ലേ? അപ്പോൾ നമ്മളൊരു വീട്ടിൽ വരുമ്പോഴത്തേക്കും ഗൃഹനാഥയെ കാണാതെ പോകുന്നത് മോശമാണല്ലോ. ഗൃഹനാഥനാണോ നാഥനല്ലേ? അപ്പോൾ ഇതാണ് റോഷോ. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. അപ്പം പലരും റോഷോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഫുൾ ഫോം ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഒന്നുമില്ല, അത് ഈ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ താരം എന്ന് വിളിക്കുന്നത് പേർഷ്യൻ ക്യാറ്റല്ലേ ഇത്? അല്ലേ, പേർഷ്യൻ പഞ്ച്. അതാണ് ഇദ്ദേഹം. അപ്പോൾ റോഷോ, അപ്പോൾ ബൈ, താങ്ക് യു, സീ യു. കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു ഡാറ്റ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റോഷോയുടെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. വിളിച്ച് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വരിക. ഇവിടെ വന്ന് ഈ ഫെസിലിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതിനൊക്കെ അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ വീട്ടിലെ 3 വണ്ടി ചെയ്തത് ഇവരാണ്. പലതരത്തിലുള്ള ഡീറ്റെയിലിങ്ങൾ ചെയ്തത് ഇവരാണ്. അപ്പോൾ എന്തായാലും വീണ്ടും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. ഇപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, ബൈ.